51ാമത് ഖാദർ അലി ട്രോഫി സ്കൈ ബ്ലൂ എടപ്പാളിന് ആവേശകരമായ ഫൈനൽ പോരാട്ടത്തിൽ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് എടപ്പാൾ വിജയികളായത്. സംഘാടന മികവുകൊണ്ട് ടൂർണമെന്റ് ശ്രദ്ധേയമായി. അടുത്ത മാസം ഖാദർ അലി ക്ലബ്ബ് വിദേശത്തും ടൂർണമെന്റ് സംഘടിപ്പിക്കും. പ്രമുഖ ടീമുകൾ പങ്കെടുത്ത 51ാമത് ഖാദർ അലി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ കലാശപ്പോരാട്ടത്തിൽ സ്കൈ ബ്ലൂ എടപ്പാൾ സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തി കിരീടം ചൂടി. പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ ഗ്യാലറിയിലും മൈതാനത്തിനു ചുറ്റുമായി ഫൈനൽ മത്സരം കാണാൻ ഫുട്ബോൾ പ്രേമികൾ തിങ്ങി നിറഞ്ഞു. ഫൈനൽ മത്സരം തികച്ചും ആവേശകരമായി. കളിയുടെ ആദ്യ പകുതിയിൽ സ്കൈ ബ്ലൂ എടപ്പാളിന്റെ ആഫ്രിക്കൻ താരം സാക്കയുടെ കാലിൽ നിന്നും മലപ്പുറത്തിനെതിരെ ഗോൾ വീണു. എടപ്പാൾ താരങ്ങളുടെ സുന്ദരമായ മുന്നേറ്റത്തിലൂടെയാണ് ഗോൾ പിറന്നത്. സൂപ്പർ സ്റ്റുഡിയോ പൊരുതിക്കളിച്ചെങ്കിലും സ്കൈ ബ്ലൂ പ്രതിരോധം തീർത്ത് വിജയത്തിലേക്ക് മുന്നേറുകയായിരുന്നു. സമാപന ചടങ്ങിൽ ഖാദർ അലി ക്ലബ് പ്രസിഡന്റ് ചട്ടിപ്പാറ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ADM NM മെഹ്റലി വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. വിദേശ താരങ്ങൾ മികച്ച കളിക്കാർക്കുള്ള ട്രോഫികൾ സ്വന്തമാക്കി. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം ടീമിലെ ബെല്ലാക് ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി. സ്കൈ ബ്ലൂ എടപ്പാളിന്റെ ആഫ്രിക്കൻ താരം അബൂബക്കറാണ് ഫൈനൽ മത്സരത്തിലെ മികച്ച കളിക്കാരൻ. എടപ്പാൾ ഗോൾ കീപ്പർ ആഷിഖിനെ ടൂർണമെന്റിലെ മികച്ച ഗോൾ കീപ്പറായി തിരഞ്ഞെടുത്തു. പോലീസ് സബ് ഇൻസ്പെക്ടർ സിജോ സി തങ്കച്ചൻ, ഖാദർ അലി ക്ലബ് സെക്രട്ടറിയും ടൂർണമെന്റ് കമ്മിറ്റി കൺവീനറുമായ പച്ചേരി ഫാറൂഖ്, ട്രഷറർ മണിൽ ഹസൻ, ടൂർണമെന്റ് മുഖ്യ സ്പോൺസറും മാർക്കർ ബിൽഡേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ഇക്ബാൽ H മുഹമ്മദ് ഖാൻ, EK സലീം, MK കുഞ്ഞായ്മു, അസീസ് മണ്ണേങ്ങൽ, യൂസഫ് രാംപുരം, രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ, സ്പോർട്സ് പ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു. ടൂർണമെന്റിൽ നിന്നും ലഭിക്കുന്ന ആദായം മുഴുവനായും ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിച്ചു വരുന്നത്. EMS വിദ്യാഭ്യാസ കോംപ്ലക്സിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്ക് ഖാദർ അലി ക്ലബ്ബ് നൽകിയ 1.5 ലക്ഷം രൂപയുടെ ചെക്ക് നഗരസഭാ ചെയർമാൻ P ഷാജി ഏറ്റുവാങ്ങി. 51ാമത് ടൂർണമെന്റും മികച്ച സംഘാടനത്തിലൂടെ വിജയകരമായി പൂർത്തിയാക്കാൻ ഖാദർ അലി ക്ലബ്ബിന് സാധിച്ചു. ഇനി അടുത്ത മാസം വിദേശത്ത് ടൂർണമെന്റ് സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഖാദർ അലി ക്ലബ്ബ്. ഈ വർഷം വളരെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ജനം ഞങ്ങൾ കൂടെ ഖാദർ അലി ടൂർണമെന്റിന്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. കൂടെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ച കേരളത്തിലെ ഒരു ക്ലബ്ബ് ആദ്യമായി വിദേശത്ത് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുകയാണ്. ആ ഒരു ചരിത്രം കൂടി ഖാദർ അലി ടൂർണമെന്റ് കമ്മിറ്റിക്ക് മാത്രമാണ്. അത് കഴിഞ്ഞ വർഷം ഞങ്ങൾ ദുബൈയിൽ വെച്ച് നടന്നു. അത് വിജയകരമായി നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ചാരിറ്റി കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ആംബുലൻസ് ഞങ്ങൾക്ക് ഇറക്കാൻ കഴിഞ്ഞു. ഈ വർഷം അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഈ വരുന്ന ഫെബ്രുവരി 15, 16 തീയതികളിൽ ജിദ്ദയിലെ ഖാലിദ് ബിൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ലക്ഷ്യം ഞങ്ങൾക്ക് ഒന്ന് ഈ ഖാദർ അലി ഫുട്ബോളിനെ മുഴുവൻ ഈ മലയാളികൾ എവിടെയുണ്ടോ അവരൊക്കെ മനസ്സുകളിലേക്ക് ഇതിൻ്റെ പ്രവർത്തനം എത്തിക്കുക. ഒപ്പം തന്നെ കാരുണ്യ പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തലും ഇതിൻ്റെ ഒരു മുഖ്യ ലക്ഷ്യമാണ്.